നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പതിവുപോലെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഇച്ചിരി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഒപ്പം ആദ്യമായി എൻ്റെ ഈ ക്ലാസ് കാണുന്നവർ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഐ സോ ഹിം ഡാഷ് ടു സ്കൂൾ. അല്ലേ, ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വെന്റ്, ഗോൺ, ഗോയിങ്, ഗോ. അപ്പോൾ അതായത് ഐ സോ ഹിം ഡാഷ് ടു സ്കൂൾ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ സ്കൂളിൽ പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലേ, അവൻ സ്കൂളിൽ പോകുന്നത് ഞാൻ കണ്ടു. അപ്പം ആ അർത്ഥത്തിൽ നമുക്ക് എഴുതണം. അപ്പം ഐ സോ ഹിം ഡാഷ് ടു സ്കൂൾ. ഇവിടെ നോക്കുക, പോകുക എന്നർത്ഥം വരുന്ന ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫോമായ വെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഗോൺ, എന്താണ് ഇവിടെ? ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. എന്തിൻ്റെ? ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എഴുതിയിട്ടുണ്ട്. പിന്നെ ഗോയുടെ ജെറൻഡ് ഫോം ഗോയിങ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഗോ എന്ന് പറയുന്ന വെർബിന്റെ ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് ഗോ. അപ്പം വെന്റ്, ഗോയുടെ സിമ്പിൾ പാസ്റ്റ് ആണ് വെന്റ്. അതായത് ഗോ എന്ന് പറയുന്ന വെർബിനോട് കൂടി ഡിഡ് ചേർത്തപ്പോൾ കിട്ടുന്നതാണ് എന്ത്? വെന്റ്. അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗോൺ, ഗോൺ എന്ന് പറയുന്നത് ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോം. V3 ഫോം ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗോയുടെ ING ഫോം, അതായത് ഇവിടുത്തെ ING ഫോം, അതായത് ജെറൻഡ് ഫോം ആണ്. പിന്നെ ഇതെന്താണ്? ഗോയുടെ ബെയർ ഇൻഫിനിറ്റീവ് ഫോം ആണ് ഗോ. രണ്ട് ഇൻഫിനിറ്റീവ്സ് കൊണ്ട് പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? ബെയർ ഇൻഫിനിറ്റീവും ടു ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടു വരാത്ത ഇൻഫിനിറ്റീവ്, അതായത് റൂട്ട് ഫോം. ഈ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോഴോ ടു ചേർന്ന് വരുന്ന ഇൻഫിനിറ്റീവ്. ഇപ്പൊ ഇവിടെ ടു, ഇത് ടു ഗോ എന്നായിരുന്നെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആയിരുന്നു. ഇവിടെ ടു ഇല്ല, ഇത് റൂട്ട് ഫോം ആയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ നമുക്ക് തന്നെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ഇനി എന്താണ് ഇൻഫിനിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കാലരൂപം നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ഒരു വെർബിനെ നോക്കിയിട്ട് അതിന്റെ ടെൻസ് ഫോം പറയാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള വെർബുകളെ നമുക്കെന്ന് പറയാം? ഇൻഫിനിറ്റീവ്സ് എന്ന് പറയാം. ഇൻഫിനിറ്റീവ്സ് പൊതുവെ ഏതൊക്കെയാണ്? ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്, ടു ഇൻഫിനിറ്റീവ് ഉണ്ട്. എന്നാൽ അത് മാത്രമല്ല ഇൻഫിനിറ്റീവ്സ്, പിന്നെ എന്തൊക്കെയുണ്ട്? ING ഫോമുള്ള ഇൻഫിനിറ്റീവ്സ്. നമുക്കതിനെ ജെറൻഡ് എന്ന് പറയാം. ജെറൻഡ് ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ജെറൻഡ് ഇൻഫിനിറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റീവ് ആണ്. അല്ലേ? അപ്പോൾ ഇത് ഗോൺ, ഗോൺ എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഈ ഗോൺ എന്ന് പറയുന്ന വെർബിനെ മാത്രം നോക്കിയിട്ട് നമുക്കത് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗോ എന്ന് പറയുന്ന ബെയർ ഇൻഫിനിറ്റീവിനെ നോക്കി മാത്രം നമുക്കത് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഗോയുടെ അർത്ഥം എന്താ? പോകുക എന്നാണ്. അല്ലേ? ഗോ. ഇനി ഇവിടെ ഗോയിങ്, ഗോയിങ് എന്ന് പറയുമ്പോൾ എന്താ? ജെറൻഡ് ഫോമാണ്. ഈ ജെറൻഡ് ഫോമിനെ നമുക്ക് എന്ന് വിളിക്കാം? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നും വിളിക്കാം. ING ചേർന്ന് വരുന്ന ഫോമിനെ നമുക്ക് ING ഫോം ഓഫ് ദി വെർബ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയാം. അതുപോലെ ജെറൻഡ് ഫോം എന്ന് പറയാം. അതുപോലെ തന്നെ വെർബൽ നൗൺ എന്ന് പറയാം. ഇവയ്ക്ക് ഓരോന്നിനും ഓരോരോ റോൾ ഉണ്ടെന്ന് ഉള്ള വ്യത്യാസമേ ഉള്ളൂ. അതിലുണ്ടാകുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് മൊത്തത്തിൽ ING ചേർന്ന് വരുന്ന വെർബുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ING ഫോം ഓഫ് ദി വെർബ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജെറൻഡ് ഫോം ഓഫ് ദി വെർബ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വെർബൽ നൗൺ എന്ന് വിളിക്കാം. ഈ വെർബൽ നൗൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എങ്ങനെയുള്ളതാണ്? ഇൻഫിനിറ്റീവ്സ് ആണ്. വെർബൽ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയ എന്നാണ്. അതായത് ചില വാക്കുകൾക്ക് അതിൻ്റെ നൗൺ ഫോം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ വെർബ് ഫോമിനോട് കൂടി ING ചേർക്കുമ്പോൾ അതെന്തായി മാറും? നൗൺ ഫോമായി മാറും. അതാണ് എന്ത്? വെർബൽ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം റീഡ് എന്ന് പറയുന്ന വെർബ്, അതിന് വ്യക്തമായൊരു നൗൺ ഫോം ഇല്ല, റീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നൗൺ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ING ചേർത്ത് അതിന് എന്തെന്ന് പറയുന്നത്? റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റീഡിങ് എന്ന് പറയുന്ന നൗൺ എന്തിൽ നിന്നാണ് ഉണ്ടായത്? റീഡ് എന്ന് പറയുന്ന വെർബിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ ഏതെങ്കിലും ഒരു വെർബിൽ നിന്ന് ING ചേർക്കുമ്പോൾ, അല്ലെ, ING ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വെർബിൽ നിന്ന് ഒരു നൗണിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള നൗൺസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വെർബൽ നൗൺസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് റീഡിങ്, വായന, അല്ലേ?
അപ്പോൾ റീഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വായന. ഇനി സിംഗിങ്, പാട്ട് പാടൽ അല്ലേ അർത്ഥത്തിൽ. ഡാൻസിങ് അല്ലേ, ഡാൻസ് എന്ന് പറയുന്ന വെർബിൽ നിന്ന് ആ വെർബിൻ്റെ കൂടെ ING ചേർത്തപ്പോഴാണ് ഡാൻസിങ് എന്നുണ്ടായത്. അത് എന്താണ്? വെർബൽ നൗണാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു വെർബിനോട് കൂടി ING ചേർക്കുമ്പോൾ ആ വെർബ് ഒരു നൗണായി മാറുന്നുവെങ്കിൽ അങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർബൽ നൗൺ എന്ന് പറയുന്നത്. മനസ്സിലുണ്ടോ? ഇനി ജെറണ്ട് ഫോം എന്ന് പറയുമ്പോൾ എന്താ? അതും ING ചേർന്നതാണ്. പക്ഷേ അവിടെ അതെന്തായിട്ടായിരിക്കും നിൽക്കുന്നത്? ഇൻഫിനിറ്റീവ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ? അത് ഇൻഫിനിറ്റീവ്സ് ആയിട്ടാണ് നിൽക്കുക. കാരണം അതിന് ഒരു കാൽ രൂപം തരുന്നില്ല ആ വെർബ്. ഇനി ING ഫോം ഓഫ് വെർബ് എന്ന് പറയുമ്പോൾ എന്താ? അതും വെർബ് ഫോമാണ്. അത് വെർബിനോട് കൂടി ING ചേർത്ത്. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? അത് വെർബ് ഫോമാണ്, ING ചേർന്ന വെർബ്. വെർബൽ നൗൺ എന്ന് പറയുമ്പോൾ അതെന്തായി മാറി? നൗണായിട്ട് മാറി. അപ്പോൾ അത് വെർബായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നൗണായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതൊഴികെ ബാക്കിയുള്ള എല്ലാം എന്ത് തന്നെയാണ്? വെർബ്സ് ആണ്. പക്ഷെ അത് എങ്ങനെയുള്ള വെർബ്സ് ആണ്? ഇൻഫിനിറ്റീവ്സ് ആണ് അല്ലേ? കാൽരൂപം നിർണ്ണയിക്കാൻ പറ്റാത്ത വെർബ്സ് ആണ്. ഇനി ഇതെന്ന് പറയുമ്പോൾ ബെയർ ഇൻഫിനിറ്റീവ്, അത് അടിസ്ഥാന റൂട്ട് ഫോം, അത് ഇതൊരു ഇൻഫിനിറ്റീവ് ആണ്. ഇനി ഗോൺ, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇത് എന്താണ്? ഇതിനെ മാത്രം നോക്കി നമുക്ക് ടെൻസ് ഫോം ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ വെന്റ് എന്ന് പറയുന്ന വെർബിനെ നോക്കുമ്പോഴോ നമുക്കത് ഏത് കാലമാണെന്ന് പറയാൻ പറ്റും. കാരണം സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. അതായത് ഗോ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഡിഡ് ചേർത്തപ്പോഴാണ് വെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ടെൻസ് ഫോമുള്ള വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ഈ വെന്റാണ് അല്ലേ? അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് വെർബാണ്. എന്താ ഫൈനൈറ്റ് വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെൻസ് ഫോമുള്ള വെർബ്. ഇനി ഇത് 3. പിന്നെ ഈ ഗോയ്ക്ക് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, അപ്പം I എന്നതിൻ്റെ കൂടെ ഗോ ചേർക്കുമ്പോൾ ഈ ഗോ വെർബ് ഫോമുള്ള അല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ഇതും വെർബ് ഫോമുള്ള അല്ലേ എന്ന്, ടെൻസ് ഫോമുള്ള അല്ലേ എന്ന് ചോദിക്കും. ഇപ്പം ഐയുടെ കൂടെ ഗോ ചേർക്കുമ്പോൾ ഈ ഗോയ്ക്ക് ടെൻസ് ഫോം ഉണ്ട്. എന്താണ്? I ഗോ പ്ലസ് ഡു ആണ്. ഈ I വന്നതുകൊണ്ടാണ് നമ്മുടെ ഡു ചേർത്തത്. അപ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. അങ്ങനെ ഈ ഗോയ്ക്കും ടെൻസ് ഫോം ഇല്ലേ നമ്മൾ ചോദിക്കും. ഇല്ല. ഈ ഗോ എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഫോമാണ്. എന്താണ്? റൂട്ട് ഫോം ഓഫ് ദ വെർബായിട്ടാണ് നിൽക്കുന്നത്. റൂട്ട് ഫോം. ഈ ഗോയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഗോയുടെ അർത്ഥം എന്താ? പോകുക എന്നാണ്. അങ്ങനെ പോകുക എന്ന് പറയുന്ന ഗോയുടെ കൂടെ ഡു ചേർക്കുമ്പോഴാണ്, അത് ചെയ്യുന്നു എന്ന അർത്ഥം വരുന്ന ഡു ചേർക്കുമ്പോഴാണ് അതിന് എന്തർത്ഥം വരുന്നത്? പോകുന്നു എന്ന് അർത്ഥം വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഗോയുടെ കൂടെ സഹായക്രിയയുണ്ട്. ഏത്? ഡു എന്ന് പറയുന്ന സഹായക്രിയ. അങ്ങനെ സഹായക്രിയ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള വെർബ, ടെൻസ് ഫോമുള്ള വെർബ. എന്നാൽ ഈ ഗോയുടെ കൂടെ എന്തില്ല? സഹായക്രിയ ഇല്ല. അങ്ങനെ ആകുമ്പോൾ അതെന്തുവാ? റൂട്ട് ഫോം ഓഫ് ദ വെർബാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം ബ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഓപ്ഷൻസിനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് I saw him എന്ന് പറയുമ്പോൾ ഈ I എന്ന് പറയുന്നതാണ്? ഒരു സബ്ജക്റ്റ് ആണ്. പ്ലസ് ഈ saw എന്ന് പറയുന്നതാണ്? വെർബാണ്. പ്ലസ് ഹിം എന്ന് പറയുന്നതാണ്? ഒബ്ജക്റ്റ് ആണ്. ആണല്ലോ. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതിന് ശേഷം നമുക്കൊരു വെർബ് എഴുതേണ്ടി വരികയാണെങ്കിൽ ഇത് പഠിച്ചു വെക്കുക. അതായത് സബ്ജക്റ്റ് പിന്നൊരു വെർബ്. ഈ വെർബ് എങ്ങനെയുള്ള വെർബായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ഫോമുള്ള വെർബായിരിക്കണം. ഈ വെർബ് എങ്ങനെയായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ഫോമുള്ള വെർബ് ആയിരിക്കണം അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സബ്ജക്റ്റ് വരുന്നു, പിന്നെ അതിനുശേഷം ഒരു സിമ്പിൾ പാസ്റ്റ് ഫോമുള്ള ഒരു വെർബ് വരുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ് വരുന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ തൊട്ടടുത്ത് ഈ ഒബ്ജക്റ്റിന് ശേഷം നമുക്കൊരു വെർബ് പറയേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയുള്ള വെർബ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ഇൻഫിനിറ്റീവ് ഫോമിലുള്ളതായിരിക്കണം. അതായത് ഒരു സബ്ജക്റ്റ്, അതിനുശേഷം ഒരു വെർബ്, അതിനുശേഷം ഒരു ഒബ്ജക്റ്റ്, പിന്നീട് നമുക്കൊരു വെർബ് പറയേണ്ടി വരിക. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ ടെൻസ് ഫോം ഇല്ലാത്ത വെർബായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ടെൻസ് ഫോം ഇല്ലാത്ത വെർബിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻഫിനിറ്റീവ്സ് എന്ന് വിളിക്കാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസറായി വരിക ഈ പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും. കാരണം ഈ വെന്റ് എന്ന് പറയുന്നത് എന്താ? കാലരൂപമുള്ള വെർബ്. അതുകൊണ്ട് ഇത് വരില്ല. പിന്നെ ഉള്ളത് ഏതൊക്കെയാ? ഗോൺ വരാം, ഗോയിങ് വരാം, ഗോ വരാം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വരേണ്ട ഇൻഫിനിറ്റീവ് എങ്ങനെയുള്ളതൊക്കെ ആയിരിക്കണം?
ഒന്നിൽ ജെറണ്ട് ഫോം ആയിരിക്കണം, അതായത് ING ഫോമുള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. നിങ്ങളായിരിക്കണം ഒന്നുകിൽ ING ഫോമുള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. അതായത് ഈ തരത്തിൽ വരികയാണെങ്കിൽ, അതായത് സബ്ജക്റ്റ്, അതിനുശേഷം ഒരു വെർബ്, പിന്നെ ഒരു ഒബ്ജക്റ്റ്, പിന്നെ നമുക്കൊരു വെർബ് എഴുതേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു അവിടെ ഇൻഫിനിറ്റീവ് ആയിരിക്കണം വരേണ്ടത്. അവിടെ എങ്ങനെയൊക്കെയുള്ള ഇൻഫിനിറ്റീവ് വരാം? ഒന്നുകിൽ ING ഫോമിലുള്ള ഇൻഫിനിറ്റീവ് വരാം, അതായത് ജെറണ്ട് ഫോം വരാം, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് വരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാം. ഇത് രണ്ടിനും സാധ്യതയുണ്ട്. അതെന്തിനെ ആശ്രയിച്ചാണ്? ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ആശയം മനസ്സിലാക്കിയാണ്, അർത്ഥം മനസ്സിലാക്കിയാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഈ ഒബ്ജക്റ്റിന് ശേഷം വരുന്ന വെർബ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വെർബാണെങ്കിൽ, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അവിടെ നമ്മൾ ING ഫോമിലുള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കണം എഴുതേണ്ടത്. എന്നാൽ ഈ ഒബ്ജക്റ്റിന് ശേഷമുള്ള വെർബ് ഒരു പൂർത്തീകരിക്കപ്പെട്ട വെർബാണെങ്കിൽ, അല്ലെ, പൂർണ്ണമായി കഴിഞ്ഞൊരു ക്രിയയാണെങ്കിൽ, ഒരു പ്രവൃത്തിയാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയുള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കണം എഴുതേണ്ടത്? ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അതായത് സബ്ജക്റ്റ്, അതിനുശേഷം ഒരു വെർബ്, അതിനുശേഷം ഒരു ഒബ്ജക്റ്റ്, അതിനുശേഷം നമുക്കൊരു വെർബ് എഴുതേണ്ടി വരികയാണെങ്കിൽ ഈ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നുകിൽ ജെറണ്ട് ഫോമിലുള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. ജെറണ്ട് ഫോമിലുള്ള ഇൻഫിനിറ്റീവ് നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്? ഇവിടെ പറയപ്പെടുന്ന വെർബ് പ്രോഗ്രസീവ് സ്റ്റേജിലാണെങ്കിൽ, തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ING ഫോം എഴുതാം. ഇനി ഇവിടെ പറയുന്ന വെർബ് പൂർത്തീകരിക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കണം എഴുതേണ്ടത്. അത് നിർണ്ണയിക്കുന്നത് എന്തിനെ ആശ്രയിച്ചാൽ? ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. നമുക്കിവിടെ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? I saw him, ഞാൻ അവനെ കണ്ടു. എന്ത്? സ്കൂളിലേക്ക് പോകുന്ന, അല്ലേ, അവൻ സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്നാ ഉദ്ദേശിച്ചു, അല്ലെ? അവൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ ആ പോകുന്ന പ്രവൃത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവിടെ പ്രോഗ്രസീവാണ്. കാരണം അവൻ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള അവനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് തുടരുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ എന്താണ് വരേണ്ടത്? ഗോയിങ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഈ ചോദ്യത്തിലെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗോയിങ് ആയിരിക്കും. എന്തായിരിക്കും? ഗോയിങ്. അപ്പൊ എങ്ങനെ? I saw him going to school എന്നാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഞാൻ പറഞ്ഞു ഈ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് എഴുതാവുന്നു. എങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ക്രിയ പൂർണ്ണമായി കഴിഞ്ഞതാണെങ്കിൽ, പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന സെന്റൻസിന്റെ അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഈ പറയുന്ന സെന്റൻസിൽ അങ്ങനെ സൂചിപ്പിക്കുന്നതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഗോയിങ് എഴുതാം. എന്നാൽ ഇങ്ങനെ പറയുകയാണ്, I saw him dash to school before his breakfast, അല്ലെങ്കിൽ ബിഫോർ ഹാവിങ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നിരിക്കുക. അപ്പോൾ എന്താ അർത്ഥം? എന്താ? അവൻ്റെ പ്രഭാത ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് അവൻ സ്കൂളിൽ പോയത് ഞാൻ കണ്ടു എന്നാണ്. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് അവൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് അവൻ പോയി എന്ന് പറയുമ്പോൾ ആ പോയി എന്ന് പറയുന്ന പ്രവൃത്തി എങ്ങനെയുള്ള പ്രവൃത്തിയാണ്? പൂർത്തീകരിക്കപ്പെട്ടതാണ് ആണല്ലോ. അപ്പൊ അങ്ങനെ ആ തരത്തിൽ വരുവാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ I saw him dash to school before having his breakfast എന്ന് വന്നിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതാവും? ഗോയാണ് എഴുതേണ്ടത്. അതായത് ഇവിടെ വന്ന അപ്പം ഈ പറയുന്ന ഗോ എന്ന് പറയുന്ന പ്രവൃത്തി എന്ത് ചെയ്തു കഴിഞ്ഞു? പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇവിടെ വരുമ്പോഴോ അങ്ങനൊന്നും പറയുന്നില്ല. എന്തിനു മുമ്പേ ആണിത് നടന്നത് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവിടത്തെ വെർബ് പ്രോഗ്രസീവ് സ്റ്റേജിലാണ്, തുടരുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളോട് ഗോയിങ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഗോയിങ് എന്നാണ്. നേരെ മറിച്ച് ഈ പറയുന്ന പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടതാണെന്ന് നമുക്ക് ഈ പറയുന്ന തന്നിരിക്കുന്ന ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഘടകമുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതാവും? ബെയർ ഇൻഫിനിറ്റീവേ എഴുതാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ വരികയാണെങ്കിൽ, അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അതിനുശേഷം നമുക്കൊരു വെർബ് എഴുതേണ്ടി വരികയാണെങ്കിൽ അവിടുത്തെ വെർബ് ഇൻഫിനിറ്റീവ്സ് ആയിരിക്കണം. എങ്ങനെയുള്ള ഇൻഫിനിറ്റീവ്സ് ആയിരിക്കണം? ഒന്നുകിൽ ജെറണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. ജെറണ്ട് എഴുതുന്നത് എപ്പോഴാണ്? ഇവിടുത്തെ പ്രവൃത്തി
തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഗോയിങ് എഴുതാം, അല്ലെങ്കിൽ എന്നുവെച്ചാൽ ING ഫോമുള്ള വെർബ് എഴുതാം. ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് ബെർ ഇൻഫിനിറ്റീവ് ഫോം എഴുതാം. ഇത്രയുമാണ് ഈ ചോദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും ഡിഗ്രി ലെവൽ പരീക്ഷകൾ ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യവും ഇത്തിരി നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ചോദ്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ നോക്കുക, ഐ വുഡ് റാദർ യു ഡാഷ് ഇംഗ്ലീഷ് ദാൻ പ്ലേഡ് ക്രിക്കറ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നോക്കുക, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റഡി എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റഡീഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റഡി എന്ന് കൊടുത്തിട്ടുണ്ട്, ടു സ്റ്റഡി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, വുഡ് റാദർ. ഈ വുഡ് റാദർ എന്ന് പറയുന്ന സംഭവമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മിക്കപ്പോഴും ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ. അപ്പോൾ എന്തിനാണ് നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കുന്നത്? വുഡ് റാദർ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കുന്നത് നമ്മൾ ഏതിനെങ്കിലും ഒരു മുൻഗണന കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടി. ഇപ്പം രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രവൃത്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വസ്തുതകൾ, അവയിൽ ഏതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയാണ് നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇനി വുഡ് റാദർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് രീതിയിൽ നമുക്ക് വുഡ് റാദർ പറയാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് പ്രവൃത്തികളെ വെച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ വെച്ച് പറയുമ്പോൾ അതിലേതിന് മുൻഗണന കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കുന്നത്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ മുൻഗണന കൊടുക്കുന്ന ആളും ഈ പ്രവൃത്തി ചെയ്യുന്ന ആളും ഒരാൾ തന്നെയായിരിക്കും. എപ്പോഴും വുഡ് റാദറിന്റെ സബ്ജക്റ്റ് നമ്മളത് ആദ്യം മനസ്സിലാക്കണം. വുഡ് റാദർ എന്ന് പറയുന്ന സെന്റൻസ് വരുന്ന സബ്ജക്റ്റ് അല്ലേ, വുഡ് റാദറിന് തൊട്ട് മുമ്പ് വരുന്ന ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നതായിരിക്കും ഐ ആയിരിക്കും. ഈ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ വുഡ് റാദറിന് തൊട്ട് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിരിക്കും, അതായത് ഐ ആയിരിക്കും. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും വുഡ് റാദറിന് മുമ്പ് വരുന്ന സബ്ജക്റ്റ്. അപ്പൊ ഞാൻ മുൻഗണന കൊടുക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് എന്താ? ഈ പറയുന്ന ആളും, അതായത് മുൻഗണന കൊടുക്കുന്ന ആളും ഈ പ്രവൃത്തി ചെയ്യുന്ന ആളും, ഏതൊക്കെ പ്രവൃത്തികളാണോ ആ രണ്ട് പ്രവൃത്തികൾ ഉണ്ടാവുമല്ലോ, ആ രണ്ട് പ്രവൃത്തികൾ ചെയ്യുന്ന ആളും ഒരാളായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം വരാം. അല്ലെങ്കിൽ എങ്ങനെയും വരാം, മുൻഗണന കൊടുക്കുന്നത് ഞാനാണ്, പക്ഷെ പ്രവൃത്തി ചെയ്യുന്നതോ സെക്കൻഡ് പേഴ്സണാണ്. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളും മുൻഗണന കൊടുക്കുന്ന ആളും രണ്ട് പേരാണ്, രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. ഒന്ന് ഫസ്റ്റ് പേഴ്സണായ ഐ ആണ് മുൻതൂക്കം കൊടുക്കുന്നത്, എന്നാൽ പ്രവൃത്തി ചെയ്യുന്നതോ സെക്കൻഡ് പേഴ്സണായ യു ആയിരിക്കും പ്രവൃത്തി ചെയ്യുന്നത്. ചുരുക്കി പറയാൻ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. എങ്ങനെ? അതായത് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ സിനിമ കാണുന്നതും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതും ആര് തന്നെയാണ്? ഒരാൾ തന്നെയാണ്. അതിന് മുൻതൂക്കം കൊടുക്കുന്നതും ആരാണ്? ഒരാൾ തന്നെയാണ്. ഐ എന്ന് പറയുന്ന ആളാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? അതായത്
ഇംഗ്ലീഷ് അല്ലെങ്കിൽ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കാനാണ് എന്ന് പറയുമ്പോൾ അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെ ഞാൻ. അപ്പം ഞാൻ ഇംഗ്ലീഷ് ഞാൻ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നതിലാണ്, അല്ലെങ്കിൽ സിനിമ കാണുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇംഗ്ലീഷ് പഠിക്കാനാണെന്ന് പറയുമ്പോൾ ഈ രണ്ട് പ്രവൃത്തികളും ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഞാൻ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ മുൻതൂക്കം കൊടുക്കുന്നതും ഞാൻ എന്ന് പറയുന്ന ആളാണ്, എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതൊരു കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷനോ, നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായി മാറിയത്? യു ആയി മാറി. അപ്പോൾ സെക്കൻഡ് പേഴ്സണാണ് അല്ലേ. നിങ്ങൾ സിനിമ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് കാണുവാനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനിവിടെ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? മുൻതൂക്കം കൊടുക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരായിരിക്കും? സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം എന്താ? ഈ പറയുന്ന മുൻതൂക്കം കൊടുക്കുന്ന ആളും പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും. എന്നാൽ രണ്ടാമത്തെ സാഹചര്യത്തിലോ മുൻതൂക്കം കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആൾ ആണ്. അത് മാത്രമാണ് ചെയ്യുന്നത്, എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രവൃത്തി ചെയ്യുന്നത് ആരായിരിക്കും? യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ രണ്ട് അവസ്ഥകളുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഐ വുഡ് റാദർ യു. ഇവിടെ യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ വന്നല്ലോ, യു. അപ്പോൾ ഇവിടെ ഈ മുൻഗണന കൊടുക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? ഈ എന്ന് പറയുന്ന ആള് ചെയ്യുന്നത്. ഇവിടെ ഈ പ്രവൃത്തി ചെയ്യേണ്ടത് ആരാ? ഈ യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ ആണ്. എന്താണ്? ഐ വുഡ് റാദർ യു ഡാഷ് ഇംഗ്ലീഷ് ദാൻ പ്ലേഡ് ക്രിക്കറ്റ്. ഇവിടെ നോക്കുക, സ്റ്റഡിങ് ടു സ്റ്റഡി. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രിക്കറ്റ് കളിക്കുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതിനേക്കാൾ ഇംഗ്ലീഷ് പഠിച്ച് കാണുന്നതാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തി ഐയും ഇത് ചെയ്യേണ്ട പ്രവൃത്തി ആരാണ്? യുവുമാണ്. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഐ വുഡ് റാദർ യു, ഐ വുഡ് റാദറിന് ശേഷം യു വന്നു കഴിഞ്ഞാൽ വുഡ് റാദറിന് ശേഷം യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരേണ്ട വെർബ് എപ്പോഴും ഏത് ഫോമിലായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ഫോമിലായിരിക്കണം. ഇവിടെ നോക്കുക, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഫോമിൽ ഏതാണെന്ന് നോക്കുക. സ്റ്റഡി സിമ്പിൾ പാസ്റ്റ് അല്ല, സ്റ്റഡി എന്ന് പറഞ്ഞ ING ഫോമാണ്. ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ ടു ഇൻഫിനിറ്റീവ് ആണ്. ഇനി ഇതാണ് സ്റ്റഡീഡ് എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പം ഐ വുഡ് റാദർ യു, പിന്നെ യു വന്നതുകൊണ്ട് പിന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോമേ എഴുതാം. അപ്പം സ്റ്റഡീഡ് ഇംഗ്ലീഷ് ദാൻ പ്ലേഡ് കണ്ടോ. ഈ വുഡ് റാദർ ദാൻ എന്ന് പറയുന്നതാണ് ഒരു കൺസ്ട്രക്ഷൻ. വുഡ് റാദർ ദാൻ. ഈ വുഡ് റാദർ കഴിഞ്ഞിട്ട് യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോമേ എഴുതാം. എവിടെയൊക്കെ? ഈ യുവിന് ശേഷവും ഈ ദാനിന് ശേഷവും. പരീക്ഷയ്ക്ക് ദാനിന് ശേഷമായിരിക്കും ഡാഷ് തരുന്നത്. അപ്പൊ അവിടെയും നമ്മൾ എങ്ങനെയുള്ളത് എഴുതാവും? സിമ്പിൾ പാസ്റ്റ് ഫോമേ എഴുതാവും. മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വുഡ് റാദർ വന്നിട്ട് യു വരികയാണെങ്കിൽ അതിനുശേഷവും അതുപോലെ തന്നെ ദാനിന് ശേഷവും നമ്മൾ എങ്ങനെയുള്ള വെർബാണ് എഴുതേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ഫോമിലുള്ള വെർബായിരിക്കണം എഴുതേണ്ടത്. എന്നാൽ ഇവിടെ യു ഇല്ലായിരുന്നുവെങ്കിലോ, ഐ വുഡ് റാദർ ഡാഷ് ഇംഗ്ലീഷ് ദാൻ ഡാഷ് ക്രിക്കറ്റ് എന്നായിരുന്നെങ്കിലോ, അതായത് ഈ രണ്ടും ചെയ്യുന്നത്, അതായത് മുൻഗണന കൊടുക്കുന്നത് പ്രവൃത്തി ചെയ്യുന്നത് ഒരാളായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്തായിരിക്കണം എഴുതേണ്ടത്? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയുള്ള വെർബായിരിക്കണം? ബേർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം എഴുതേണ്ടത് അല്ലേ? എങ്ങനെയുള്ളതായിരിക്കണം? ബേർ ഇൻഫിനിറ്റീവ്. നമ്മൾ പറഞ്ഞു രണ്ട് ഇൻഫിനിറ്റീവ് ഉണ്ട്. അതൊക്കെ ടു ഇൻഫിനിറ്റീവ്, ബേർ ഇൻഫിനിറ്റീവ്. ടു ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? ടു ചേർന്ന് വരുന്ന ഇൻഫിനിറ്റീവ്. ബേർ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോഴോ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. അപ്പൊ ഇവിടെ യു ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറയുന്നിടത്തും ഇവിടെ ഈ ദാന് ശേഷം ഇവിടെ വുഡ് റാദറിന് ശേഷവും നമ്മൾ എങ്ങനെയുള്ളത് എഴുതാവൂ? ബേർ ഇൻഫിനിറ്റീവേ എഴുതാവൂ. എന്നാൽ യു വരുമ്പോൾ നമ്മൾ യുവിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ഫോമുള്ള വെർബുകളാണ് എഴുതേണ്ടത്. എവിടെയൊക്കെ? യുവിന് ശേഷവും അതുപോലെ ദാനിന് ശേഷവും. ഇവിടുത്തെ ചോദ്യം ഐ വുഡ് റാദർ യു എന്നാണ്. അപ്പൊ യു വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെ സ്റ്റഡീഡ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ഫോമുള്ള വെർബായിരിക്കണം എഴുതാൻ. അപ്പൊ ഇവിടെ സ്റ്റഡീഡ് ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കൂ, ഷീ ഈസ് വെരി ഫെമിലിയർ ഡാഷ് ദ ജോബ്.
ഇവിടെ എന്താ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഫെമിലിയറിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫെമിലിയറിന് ശേഷം നമുക്ക് ടൂവും എഴുതാം വിത്തും എഴുതാം അല്ലേ. ഫെമിലിയറിന് ശേഷം നമുക്ക് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനും എഴുതാം, വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും എഴുതാം. ഇനി അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഈ പറയുന്ന ഡാഷിന് ശേഷം വന്നിരിക്കുന്ന കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ ഫെമിലിയർ തന്നിട്ടൊരു ഡാഷ് തന്നിട്ട് അതിനുശേഷം വന്നിരിക്കുന്ന കാര്യം ഒരു വസ്തുത ആണെങ്കിൽ നമ്മളവിടെ എന്ത് എഴുതാവും? വിത്ത് എഴുതാവും. വസ്തുത എന്നുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇല്ലേ. ഈ ഫെമിലിയറിന് ശേഷം ഡാഷ് വരികയും അതിനുശേഷം ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതാവും? വിത്ത് ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ ജോബ്, ദ ജോബ് എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ് അല്ലേ. അപ്പൊ ഡാഷിന് ശേഷം ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫെമിലിയറിന് ശേഷം നമ്മൾ എന്ത് എഴുതാവും? വിത്താണ് എഴുതേണ്ടത്. എന്നാൽ ഈ ഡാഷിന് ശേഷം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഷീസ് വെരി ഫെമിലിയർ ഡാഷ് ഹിം, ഹിം എന്നോ ഹെറെന്നോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു പേരോ ഒരു വ്യക്തിയോ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ, ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതാവും? ടു വേ എഴുതാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫെമിലിയറിന് ശേഷം നമ്മൾ വിത്ത് എഴുതുന്നത് എപ്പോഴാണ്? നമ്മൾ എന്തിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിത്ത് എഴുതും. എന്നാൽ ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ടു എഴുതും. നേരത്തെ നോക്കിയാൽ ഐ വുഡ് പ്രിഫർ ടു ഡു എക്സസൈസ് ഡാഷ് വാച്ച് ടി വി എവറി മോർണിംഗ്. ഇവിടെ നോക്കി, ഇവിടെ വുഡ് റാദർ ആ പറഞ്ഞതെങ്കിൽ ഇവിടെ എന്താ? വുഡ് പ്രിഫർ ആ വന്നിരിക്കുന്നത്. ഇങ്ങനെ വുഡ് പ്രിഫർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിനുശേഷം എപ്പോഴും ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും വരിക അല്ലേ. വുഡ് പ്രിഫർ എന്ന് പറയുമ്പോൾ ഈ പ്രിഫറിന് ശേഷം വരുന്ന വെർബ് എങ്ങനെയുള്ളതായിരിക്കും? ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഇവിടെ ടു ഡു അല്ലേ. ടു ഡു എന്ന് പറയുമ്പോൾ എന്താ? ടു ഇൻഫിനിറ്റീവ്. ഇതും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഈ വുഡ് റാദറിന്റെ അതേ അർത്ഥം തന്നെയാണ് ഏകദേശം എന്തിനും വുഡ് പ്രിഫറിന് മുൻഗണന കൊടുക്കുക, ഇഷ്ടപ്പെടുക, താല്പര്യപ്പെടുക എന്ന ഉദ്ദേശം. രണ്ട് കാര്യങ്ങൾ ഏതിനാണ് നമ്മൾ കൂടുതൽ താല്പര്യം കൊടുക്കുക എന്ന് പറയാൻ വേണ്ടി നമ്മൾ വുഡ് പ്രിഫറും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ വുഡ് പ്രിഫർ, ഇവിടെയും നമ്മൾ ഐ ആയിരിക്കും സബ്ജക്റ്റ് ആയിട്ട് വരിക. ഇപ്പോൾ വുഡ് പ്രിഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ വുഡ് പ്രിഫർ ടു ഡു എക്സസൈസ് ഡാഷ് വാച്ച് ടി വി എവരി മോർണിംഗ്. അതായത് എല്ലാ ദിവസവും രാവിലെ ടി വി കാണുന്നതിനേക്കാൾ ഉപരി ഞാൻ മുൻഗണന കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വുഡ് റാദറിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്? ദാൻ ആണ് വന്നിരിക്കുന്നത്. എന്നാൽ വുഡ് പ്രിഫറിന് ശേഷം എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ദാൻ വരുമോ, റാദർ വരുമോ, റാദർ ദാൻ വരുമോ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വുഡ് പ്രിഫറിന് ശേഷം വരേണ്ടത് എപ്പോഴും എന്തായിരിക്കണം? റാദർ ദാൻ എന്നായിരിക്കണം. എന്തായിരിക്കണം? റാദർ ദാൻ. അപ്പം പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വുഡ് പ്രിഫറിന് ശേഷം നമ്മളിവിടെ ടു ഇൻഫിനിറ്റീവ് എഴുതിയെങ്കിൽ ഇവിടെ വുഡ് പ്രിഫറിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് ഇവിടെ എഴുതേണ്ടത്. എന്നാൽ ഇവിടെയോ ഈ റാദർ ദാനിന് ശേഷം നമ്മൾ എങ്ങനെയുള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കും എഴുതുന്നത്? ബേർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം എഴുതേണ്ടത്. അതായത് വുഡ് പ്രിഫറിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് എഴുതിയെങ്കിൽ റാദർ ദാനിന് ശേഷം വരേണ്ടത് എങ്ങനെയായിരിക്കണം? ബേർ ഇൻഫിനിറ്റീവ്, അതായത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ വുഡ് പ്രിഫർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതാവും? റാദർ ദാനാണ് എഴുതേണ്ടത്. ഇനി അടുത്ത് നോക്കുക, മെനി എ മാൻ ഡാഷ് അറ്റൻഡ് പ്രോഗ്രാം. ഇവിടെ നോക്കുക, ഹാസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാവ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്? കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യം. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മെനി എ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ മെനി എന്ന് കാണുമ്പോൾ എല്ലാവരും എന്തായിട്ട് കരുതും? മെനിയെ മാത്രമായിട്ട് കാണുമ്പോൾ പ്ലൂറലായിട്ട് നമുക്ക് തോന്നും. സംഭവം ശരിയാണ്. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ സബ്ജക്റ്റ് എന്താ? മെനി എ മാൻ എന്നാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. മെനി എ മാൻ എന്നുള്ള എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള കാര്യമായിരിക്കണം വരുന്നത്. ഈ തന്നിരിക്കുന്ന സിംഗുലർ ആയിട്ടുള്ള ഇതൊക്കെ ഹാസുമുണ്ട്, ഈസുമുണ്ട്. ഇതിനകത്ത് ഏത് വരുമെന്നുള്ളത് അത് ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ മെനി എ മാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ആണല്ലോ. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയുള്ള വോയിസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതിന് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അങ്ങനെ ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ
എങ്ങനെയുള്ളതായിരിക്കും നമ്മൾ എഴുതേണ്ടത്? ബി ഫോംസ് പ്ലസ് V3 എന്നുള്ള രീതിയിലായിരിക്കരുത് എഴുതേണ്ടത്. ഇവിടെ പാസീവ് വോയിസ് ആയത് നമുക്ക് ബി ഫോംസ് പ്ലസ് V3 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ ബി ഫോംസ് എന്ന് പറയുന്നത് ഈസ് ആണ് വരേണ്ടത്. എങ്ങനെ ആയിരുന്നെങ്കിൽ പാസീവ് വോയിസ് ആയിരുന്നെങ്കിൽ. അപ്പോൾ പാസീവ് വോയിസ് ആണ്, പാസീവ് വോയിസിൽ എഴുതുമ്പോഴാണ് നമ്മൾ ബി ഫോംസ് പ്ലസ് V3 എന്ന് എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഹാസ് ആയിരിക്കണം ഇവിടുത്തെ ആൻസർ ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരും മെനി എ മാൻ ഹാസ് അറ്റൻഡ് ദ പ്രോഗ്രാം എന്ന് വരും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായി ഈ ക്ലാസ് കാണുന്നവർ ഞാൻ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.